ഇനി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാ വിദ്യാലയങ്ങളിലും തുടങ്ങി. വട്ടിറ LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളും കൂട്ടുകാരും ചേർന്ന് ചുമരിൽ പെയിന്റ് കൊണ്ട് വർണ്ണങ്ങൾ വാരി വിതറിയപ്പോൾ തെളിഞ്ഞത് മനോഹരമായ ചിത്രങ്ങളാണ്. അണ്ടർ വാട്ടർ ഗാലറി, ജംഗിൾ ടീം, ഗാലക്സി, പാഠഭാഗങ്ങൾ, മറ്റ് സന്ദേശങ്ങൾ ഉൾപ്പെടെ ചുവരുകളിൽ ചാർത്തിയാണ് രാവിനെ പകലാക്കി പൂർവ്വ വിദ്യാർത്ഥികളും കൂട്ടുകാരും ചിത്രങ്ങൾ വരച്ചത്. സ്കൂളിന്റെ ഒരു ഹാൾ, 7 ക്ലാസ് റൂമുകളിലുമായി 7 ദിവസം കൊണ്ടാണ് ഇവർ ചിത്രങ്ങൾ വരച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളായ അനുപ്രിയയും അജ്മലും കൂട്ടുകാരായ MJ നീതയും അരുണിമയും അധ്യാപകരായ വയനാട്ടിൽ നിന്നുള്ള NK ദീപക്, ജോസ്റ്റെയിൽ എന്നിവർ ചേർന്നാണ് ചിത്രങ്ങൾ വരച്ചത്. പൂർവ്വ വിദ്യാർത്ഥികൾ വന്നു പറഞ്ഞപ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ അനുവാദം നൽകുകയായിരുന്നുവെന്നാണ് പ്രധാന അധ്യാപിക ഷാരോൺ മറിയ പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനത്തിൽ ഇങ്ങനെയുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഒരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് ഇവരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇവരെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അവർ വളർന്ന് വലുതായി നല്ല കലാകാരന്മാരായി കണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നോട് അനുപ്രിയയും അജ്മലൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളിങ്ങനെ സ്കൂളിൽ വരാം, നന്നായി ചിത്രങ്ങൾ വരച്ച് നമ്മൾ സ്കൂൾ മനോഹരമാക്കുക, അപ്പം നല്ല രസമുണ്ടാകും, താല്പര്യം ഉണ്ടാകും കുട്ടികൾക്കെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അങ്ങനെയാണ് ഇവരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത്. എങ്ങനെയുണ്ട് വരയൊക്കെ കണ്ടപ്പോൾ? വര കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത്ര മനോഹരമായി വരച്ചപ്പോൾ എൻ്റെ മുമ്പിൽ അന്നിരുന്ന കുഞ്ഞു കുട്ടികൾ ഇന്ന് വളർന്ന് വലിയ കലാകാരന്മാരായപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി. പ്രത്യേകിച്ച് 1ൽ പഠിപ്പിച്ച കുട്ടികൾ ഈ കാലയളവിൽ ഇത്രയും കലയിൽ പുരോഗമിച്ചപ്പോൾ, കലയെ സ്നേഹിക്കുന്നവരായപ്പോൾ ഒത്തിരി അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി കണ്ടപ്പോൾ. ചെറുപ്പം മുതലേ വരയോട് താല്പര്യമുണ്ടെന്നും കേരളത്തിലെത്തിയപ്പോൾ എല്ലാവരുടെയും സഹകരണം കൂടി ഉണ്ടായതോടെ ഇത്തരത്തിൽ വരക്കാൻ സാധിച്ചതായി നീത പറഞ്ഞു. ടീമായിട്ട് 4 ആളെ കൂടിയിട്ട് ഇത് വരച്ച് തീർക്കുക എന്ന് അങ്ങനെ ഒരു പ്ലാൻ തന്നപ്പോൾ നമ്മൾ നമുക്ക് എന്തായാലും നാട്ടിൽ ഇത് കാണിച്ചു കൊടുക്കണോ, നമ്മൾ എന്നാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് ആ ഒരു ഇൻറ്റിമേഷൻ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഏറ്റെടുത്തത്. അതുപോലെ നമ്മൾ നല്ലോണം ചിത്രം വരെയെല്ലാം കഴിഞ്ഞ് ഇത് ഇന്നത്തോടെ ലാസ്റ്റായത്. പിന്നെ ഒരു 3-4 സ്കൂൾ നമ്മളോട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന് അതിപ്പോൾ ഈ സ്കൂൾ കഴിഞ്ഞ പിന്നെ നമുക്ക് ആ വർക്ക് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹം. കർണാടകത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചുമരുകൾ കിട്ടുമ്പോൾ പുതിയ വീടെല്ലാം എടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന വർക്കുകൾ ഞാൻ ഏറ്റെടുക്കലുണ്ട്. അല്ലാണ്ട് ഇത് സ്കൂളിൽ ഇവിടെ കേരളത്തിൽ വന്നിട്ട് സ്റ്റേറ്റ് മാറിയിട്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ത്രില്ല്, അതിൻ്റെതായ ഒരു എമോഷൻ അതങ്ങനെ കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ആക്കാൻ അധികം ശ്രമിക്കുന്നില്ല. പഠിച്ച സ്കൂൾ ചുവരിൽ തന്നെ ചിത്രം വരക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അനുപ്രിയയും പറഞ്ഞു.
ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അന്നിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഠിച്ച സ്കൂളിൽ തന്നെ ഇതുപോലൊരു വാൾ പെയിൻറ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിസ്റ്ററോട് സംസാരിച്ചപ്പം സിസ്റ്റർ ഓക്കെ പറഞ്ഞു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വരച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്നു, പോകുന്നത്, നല്ല അഭിപ്രായം പറയുന്നത്, ഭയങ്കര സന്തോഷം. അതിമനോഹരമായ ചിത്രങ്ങളാണ് ചുവരിൽ വരച്ചത് എന്ന് അധ്യാപകനായ ജോസുകുട്ടി പറഞ്ഞു. ചിത്രങ്ങൾ വരച്ച ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ച് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വരുന്ന 2 ചിത്രങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഫോറസ്റ്റ്, അതിലെ ആനിമൽസിൻ്റെ ചിത്രങ്ങൾ വരുന്നതും പിന്നെ ഒരു അണ്ടർ വാട്ടർ, അത് രണ്ടും ഒത്തിരി ഇഷ്ടമായി എനിക്ക്. കാരണം നമ്മളൊരു പരിപാടി അവിടെ വെച്ച് നടത്തുമ്പോഴേ ഒരു പിള്ളേർക്കാണേലും ഒരു ഫീൽ കിട്ടാനായിട്ട് ഒത്തിരി സഹായമാകുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് അവിടെ ഭിത്തിയിൽ വന്നിട്ടുള്ളത്. ശരിക്കും അത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി എനിക്ക്. അവർ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും വളരെ ഈസി ആയിട്ടാണ് വരയ്ക്കുന്നത്. ഒത്തിരി ടാലൻ്റ് ഉള്ളവരാണ്. സ്കൂൾ തുറന്നാൽ വിദ്യാലയത്തിലെത്തുന്ന കുട്ടികൾക്ക് ഇവർ വരച്ച ചിത്രങ്ങൾ നവ്യാനുഭവം നൽകുന്നതിനോടൊപ്പം മനസ്സിന് സന്തോഷം നൽകുമെന്നും ഉറപ്പാണ്. വട്ടിറിയിൽ നിന്നും ഉന്മേഷ്, ഹൈ വിഷൻ ന്യൂസ്.